തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഹോർമൂസ് തുറക്കില്ലെന്ന് ആവർത്തിച്ച ഇറാൻ. ഹോർമൂസിൽ തടസ്സങ്ങളില്ലെന്ന് US ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഇറാൻ പേർഷ്യൻ ഗൾഫ് ഓഫ് അതോറിറ്റി നിലപാട് വ്യക്തമാക്കുന്നത്. ഹോർമൂസ് പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. അതേസമയം ഇറാൻ തുറമുഖങ്ങളിലേക്ക് എത്തിയ 60-ലേറെ കപ്പലുകൾ തടഞ്ഞതായി US സെൻട്രൽ കമാൻഡും അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാനായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഹോർമൂസ് തുറക്കില്ലെന്നാണ്. വീണ്ടും അവർ ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഐസൺ? അഞ്ജന, തീർച്ചയായും ഈ ഹോർമൂസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പലവിധ തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് പല നീക്കങ്ങളും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ഒമാനുമായി സഹകരിച്ച് ഒരു കപ്പൽ പാത രൂപീകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഈ സാഹചര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ അടുത്ത ദിവസം ട്രംപിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു നിലപാട് അല്ലെങ്കിൽ ഒരു വിശദീകരണം ഉണ്ടായത്. അതായത് ഹോർമൂസിന്റെ പൂർണ്ണമായ നിയന്ത്രണം തങ്ങളുടെ കൈവശമാണെന്നും അതിൽ മറ്റ് നടപടികൾ ഒന്നും സ്വീകരിക്കാൻ ഇറാന് സാധ്യതയില്ലെന്നും അത് ദുർബലമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അത്തരം കാര്യങ്ങൾ നടപ്പാക്കുക എളുപ്പമല്ലെന്നുമാണ് ട്രംപ് വിശദീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാൻ പേർഷ്യൻ ഗൾഫ് അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായൊരു നിലപാട് പുറത്തു വന്നിരിക്കുന്നത്. അതായത് തങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്ന് പറയുന്നത് കടന്നുപോകുന്ന കപ്പലുകൾക്ക് ഫീസ് ഈടാക്കുക, അതുപോലെ തന്നെ നഷ്ടപരിഹാരം ലഭ്യമാക്കുക, അത്തരത്തിൽ വിശാലമായ നിരവധിയായ ആവശ്യങ്ങളുണ്ട്. അത്തരം ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചല്ലാതെ ഹോർമൂസിൽ നിലവിലുള്ള തടസ്സങ്ങൾ നീക്കുകയില്ല, അല്ലെങ്കിൽ അത് തുടരുക തന്നെ ചെയ്യുമെന്നൊരു നിലപാടാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഹോർമൂസിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ സംബന്ധിച്ചിടത്തോളം കപ്പലുകളുടെ എണ്ണത്തിൽ ഗുരുതരമായ കുറവുണ്ടായിട്ടുണ്ട്. എണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടി ഉൾക്കൊണ്ട് ഇക്കാര്യത്തിൽ ചില നീക്കങ്ങൾ നടത്താൻ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ഒരു തടസ്സം തന്നെയാണ് ഹോർമൂസിൽ നിലനിൽക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമായി തുടരുകയും അതേസമയം ആക്രമണങ്ങളും ഹോർമൂസിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങൾ തുടർന്നത്. അതേസമയം തന്നെ IRGC ദുർബലമാക്കുന്നതിന്റെ ഭാഗമായുള്ള ഇറാൻ പോർട്ടുകളുടെ ഉപരോധം കൃത്യമായി നടപ്പാക്കുകയാണ് US സെൻട്രൽ കമാൻഡ്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 59 കപ്പലുകളാണ് തിരിച്ചയച്ചത് എന്നാണ് അറിയിക്കുന്നത്. 3 കപ്പലുകൾ ആക്രമിക്കുന്നതിന് സമാനമായ സൈനിക നടപടികൾ സ്വീകരിച്ച് നിശ്ചലമാക്കിയിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ ശക്തമായ സൈനിക പ്രതിരോധ നടപടികൾ ഹോർമൂസിലും അനുബന്ധ പ്രദേശങ്ങളിലും ഇറാൻ പോർട്ടുകൾക്ക് നേരെ അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഹോർമൂസ് തുറക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. ശരി ഐസൻ.